നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ. ഇന്നത്തെ പുതിയ ദിനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർച്ച് 2, 2026, ഇന്ത്യൻ സമയം രാവിലെ 5:15. എത്ര പേർക്കിന്ന് ശത്രുക്കളുണ്ട്? എത്ര പേർ എതിരാളികളാൽ ആക്രമിക്കപ്പെടുന്നു? എത്ര പേർ വിരോധികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു? എത്ര പേർ യുദ്ധത്തിലാണ്? ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ മുമ്പിൽ തോൽപ്പിക്കും. നീ യുദ്ധം ചെയ്യേണ്ട, ഞാൻ നിനക്കായി യുദ്ധം ചെയ്യും. വിജയം നിന്റേതാണ്. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കണം. നിങ്ങളുടെ ശത്രുക്കൾ തോൽക്കും, നിങ്ങൾ വിജയിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം തുറന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. യുദ്ധം ചെയ്യുന്ന ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. യുദ്ധത്തിൽ, ആക്രമണത്തിൽ, എതിർപ്പിൽ ഞങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ആളുകൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. എതിരാളികൾ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. വിരോധികൾ ഞങ്ങളെ ചുറ്റിയിരിക്കുന്നു. ആത്മീയ യുദ്ധം നടക്കുന്നു. പ്രശ്നങ്ങൾ ആക്രമിക്കുന്നു. ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് എതിർക്കാൻ ശക്തിയില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് ഞങ്ങൾക്കായി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് ഞങ്ങൾക്കായി യുദ്ധം ചെയ്യണമേ. ഞങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിക്കണമേ. ഞങ്ങൾക്ക് വിജയം നൽകണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും വിജയം അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമുക്ക് ശത്രുക്കളുണ്ട്, എതിരാളികളുണ്ട്, യുദ്ധങ്ങളുണ്ട്. എന്നാൽ നല്ല വാർത്ത, നമ്മുടെ ദൈവം യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. പുറപ്പാട് 15:3. യഹോവ യുദ്ധവീരൻ, യഹോവ എന്നാകുന്നു അവന്റെ നാമം. നമുക്കേതൊക്കെ ശത്രുക്കൾ? മനുഷ്യ ശത്രുക്കൾ. ആളുകൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു, നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളെക്കുറിച്ച് കള്ളം പറയുന്നു, നിങ്ങളുടെ പേരിനെ കളങ്കപ്പെടുത്തുന്നു. ജോലിസ്ഥലത്തെ എതിരാളികൾ, കുടുംബത്തിൽ വിരോധികൾ, സമൂഹത്തിൽ ശത്രുക്കൾ. സങ്കീർത്തനം 27:2. എന്റെ മാംസം തിന്നുവാൻ ദുഷ്ടന്മാർ, എന്റെ എതിരാളികളും ശത്രുക്കളും തന്നെ എന്റെ നേരെ വരുമ്പോൾ അവർ ഇടറി വീഴും. ആത്മീയ ശത്രുക്കൾ. എഫേസ്യർ 6:12. നമുക്ക് മല്ലുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗീയ സ്ഥലങ്ങളിലെ ദുഷ്ടാത്മാക്കളോടുമത്രേ. പിശാചിന്റെ ആക്രമണങ്ങൾ, ദുഷ്ടാത്മാക്കളുടെ യുദ്ധം, ഇരുട്ടിന്റെ ശക്തികൾ. പ്രശ്നങ്ങളെന്ന ശത്രുക്കൾ. സാമ്പത്തിക പ്രശ്നങ്ങൾ ആക്രമിക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ആക്രമിക്കുന്നു, കുടുംബ പ്രശ്നങ്ങൾ ആക്രമിക്കുന്നു. ഈ പ്രശ്നങ്ങൾ ശത്രുക്കളെ പോലെയാണ്, നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഭയം, സംശയം, നിരാശ. ഭയം നമ്മെ ആക്രമിക്കുന്നു, സംശയം നമ്മെ ദുർബലപ്പെടുത്തുന്നു, നിരാശ നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. 2 തിമോഥെയോസ് 1:7. ദൈവം നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ തന്നത്. ബൈബിളിൽ ദൈവം യുദ്ധം ചെയ്തത്. ചെങ്കടൽ, ഫറവോന്റെ സൈന്യം. ഇസ്രായേൽ ചെങ്കടലിന്റെ അരികിൽ, ഫറവോന്റെ സൈന്യം പിന്നാലെ. മുന്നിൽ കടൽ, പിന്നിൽ ശത്രു. എന്താണ് ചെയ്യേണ്ടത്? പുറപ്പാട് 14:13-14. മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചുനിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കണം. കടൽ പിളർന്നു, ഇസ്രായേൽ കടന്നു, ഈജിപ്റ്റ് സൈന്യം മുങ്ങി. ദൈവം യുദ്ധം ചെയ്തു. യെരീഹോ മതിൽ, യെരീഹോ നഗരം, ശക്തമായ മതിലുകൾ എങ്ങനെ കീഴടക്കും? യോശുവ 6:2. കർത്താവ് യോശുവയോട്, ഞാൻ യെരീഹോവേയും അതിന്റെ രാജാവിനെയും പരാക്രമശാലികളെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ദൈവം യുദ്ധം ചെയ്തു, മതിലുകൾ വീണു, ഇസ്രായേൽ ജയിച്ചു. യോശാഫാത്ത്, 3 സൈന്യങ്ങൾക്കെതിരെ. 3 രാജ്യങ്ങളുടെ സൈന്യം യഹോദയെ ആക്രമിക്കുന്നു. യോശാഫാത്ത് ഭയപ്പെട്ടു. എന്താണ് ചെയ്തത്? 2 ദിനവൃത്താന്തം 20:15. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ വലിയ കൂട്ടത്തെ നിമിത്തം നിങ്ങൾ ഭയപ്പെടുകയോ ചോർന്നു പോകുകയോ ചെയ്യേണ്ട. ഈ യുദ്ധം നിങ്ങൾക്കുള്ളതല്ല, ദൈവത്തിനുള്ളതത്രേ. യോശാഫാത്ത് ആരാധിച്ചു. ദൈവം യുദ്ധം ചെയ്തു. ശത്രുക്കൾ പരസ്പരം നശിപ്പിച്ചു. ഹിസ്കിയാവ്, 1,85,000 അശ്ശൂര് സൈന്യത്തിന്. സൻഹേരീബ് 1,85,000 സൈന്യവുമായി യെരൂശലേമിനെ ഉപരോധിച്ചു. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. 2 രാജാക്കന്മാർ 19:35. അന്നു രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂര് പാളയത്തിൽ 1,85,000 പേരെ സംഹരിച്ചു. ഒരു രാത്രി കൊണ്ട് ദൈവം യുദ്ധം ചെയ്തു, സൈന്യം നശിച്ചു. ദാവീദ് ഗോലിയാത്തിനെതിരെ. ഗോലിയാത്ത് 9 അടി ഉയരം, ശക്തനായ യോദ്ധാവ്.
മുഴുവൻ ഇസ്രായേൽ ഭയപ്പെട്ടു. ദാവീദ് ഒരു ബാലൻ, ആയുധങ്ങളില്ല, എന്നാൽ വിശ്വാസമുണ്ട്. 1 ശമൂവേൽ 17:47. യഹോവ വാളും കുന്തം കൊണ്ടല്ല രക്ഷിക്കുന്നത് എന്നീ സർവ്വസംഘവും അറിയും. യുദ്ധം യഹോവയ്ക്കുള്ളതല്ലോ. ദൈവം യുദ്ധം ചെയ്തു, ഗോലിയാത്ത് വീണു, ദാവീദ് ജയിച്ചു. കണമേ, ഇന്നീ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും വിജയം അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എങ്ങനെ ദൈവം നമുക്കായി യുദ്ധം ചെയ്യും? നാം വിശ്വസിക്കണം. ദൈവം യുദ്ധം ചെയ്യുമെന്ന് വിശ്വസിക്കുക. അവന് കഴിയുമെന്ന് വിശ്വസിക്കുക. 2 ദിനവൃത്താന്തം 20:20. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് സ്ഥിരതയുണ്ടാകും. നാം നിശ്ചലമായി നിൽക്കണം. പുറപ്പാട് 14:13. ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്കു വേണ്ടി ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. സ്വയം രക്ഷിക്കാൻ ശ്രമിക്കരുത്. പ്രതികാരം ചെയ്യരുത്. നിശ്ചലമായി നിന്ന് ദൈവത്തെ കാണുക. നാം പ്രാർത്ഥിക്കണം. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, യോശാഫാത്ത് പ്രാർത്ഥിച്ചു, മോശെ പ്രാർത്ഥിച്ചു. യാക്കോബ് 5:16. നീതിമാന്റെ ഊർജ്ജസ്വലമായുള്ള പ്രാർത്ഥന വളരെ പ്രാബല്യമുള്ളതു. നാം ആരാധിക്കണം. യോശാഫാത്ത് എന്താണ് ചെയ്തത്? യുദ്ധത്തിനു മുമ്പ് ആരാധിച്ചു. 2 ദിനവൃത്താന്തം 20, 21, 22. അവർ പാടിത്തുടങ്ങി സ്തുതിച്ചപ്പോൾ യഹോവ ശത്രുക്കളുടെ നേരെ പതിയിരിപ്പുകാരെ വെച്ചു. അവർ തോറ്റുപോയി. ആരാധനയിൽ വിജയമുണ്ട്. നാം ദൈവത്തിന്റെ വചനം ഉപയോഗിക്കണം. എഫേസ്യർ 6:17. ആത്മാവിന്റെ വാൾ, അത് ദൈവവചനം തന്നെ എടുത്തുകൊള്ളുവീൻ. ദൈവവചനം നമ്മുടെ ആയുധമാണ്. ശത്രുവിനെതിരെ വചനം പ്രയോഗിക്കുക. നാം വിശ്വസ്ത സാക്ഷികളായിരിക്കണം. വെളിപാട് 12:11. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും തങ്ങളുടെ സാക്ഷ്യവചനം കൊണ്ടും അവരവനെ ജയിച്ചു. യേശുവിന്റെ രക്തം, നമ്മുടെ സാക്ഷ്യം, ഇവയാൽ വിജയം. എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? പ്രതികാരം ചെയ്യരുത്. റോമർ 12:19. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ക്രോധത്തിന് ഇടം വിടുവീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം പകരം വീട്ടും. നന്മ കൊണ്ട് തിന്മ ജയിക്കുക. റോമർ 12:21. തിന്മയോട് തോൽക്കാതെ നന്മ കൊണ്ട് തിന്മയെ ജയിക്ക. ശത്രുക്കൾക്കായി പ്രാർത്ഥിക്കുക. മത്തായി 5:44. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവത്തെ വിശ്വസിച്ച് കാത്തിരിക്കുക. സങ്കീർത്തനം 27:14. യഹോവയെ കാത്തിരിക്ക, ധൈര്യപ്പെടുക. വിജയത്തിന്റെ വാഗ്ദാനങ്ങൾ. റോമർ 8:37. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇവ എല്ലാക്കിലും ജയിച്ചുകൊണ്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:57. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ 4:4. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളിലുണ്ട്. 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. നമ്മുടെ വിശ്വാസം ലോകത്തെ ജയിച്ചിരിക്കുന്ന ജയമാകുന്നു. യേശുവിന്റെ കയ്യിലാണ് ജയം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്നത്തെ പ്രവചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ ശത്രുക്കളെ ഞാൻ കണ്ടു. നിന്റെ യുദ്ധം ഞാൻ അറിയുന്നു. നിന്റെ ആക്രമണം ഞാൻ മനസ്സിലാക്കുന്നു. നീ വിചാരിക്കുന്നു, എന്റെ ശത്രുക്കൾ ശക്തരാണ്, എന്റെ എതിരാളികൾ അനേകമാണ്, എന്റെ യുദ്ധം വലുതാണ്, എനിക്ക് ജയിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, ഈ യുദ്ധം നിനക്കുള്ളതല്ല, എനിക്കുള്ളതാണ്. ഞാൻ നിനക്കായി യുദ്ധം ചെയ്യും. ഇന്നു മുതൽ നിന്റെ ശത്രുക്കൾ തോൽക്കും. നിന്റെ എതിരാളികൾ ചിതറിപ്പോകും. നിന്റെ വിരോധികൾ പരാജയപ്പെടും. നിന്റെ ആക്രമണം അവസാനിക്കും. നീ കാണും, എന്നെ എതിർത്തവർ തോൽക്കുന്നത്, എനിക്കെതിരെ പ്രവർത്തിച്ചവർ പരാജയപ്പെടുന്നത്, എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ ലജ്ജിതരാകുന്നത്. ഞാൻ ചെയ്യും. നിന്റെ ശത്രുക്കളെ നിന്റെ മുമ്പിൽ തോൽപ്പിക്കും. നിന്റെ എതിരാളികളെ നിന്റെ പാദപീഠമാക്കും. നിന്റെ വിരോധികളെ നിന്റെ സ്നേഹിതരാക്കും. നീ ചെയ്യേണ്ടത് വിശ്വസിക്കുക, ഞാൻ യുദ്ധം ചെയ്യുമെന്ന്. നിശ്ചലമായി നിൽക്കുക, എന്റെ രക്ഷ കാണുക. പ്രാർത്ഥിക്കുക, ഞാൻ കേൾക്കുന്നു. ആരാധിക്കുക, അതിൽ വിജയമുണ്ട്. ദിനംപ്രതി ദൈവത്തെ ആരാധിക്കുക, അതിൽ വിജയമുണ്ട്. ദിനംപ്രതി ദൈവത്തെ ആരാധിക്കുക. കാത്തിരിക്കുക,
ഞാൻ പ്രവർത്തിക്കുന്നു. ഇത് എന്റെ വാഗ്ദാനമാണ്. നിന്റെ ശത്രുക്കൾ തോൽക്കും, നീ ജയിക്കും. വിജയം നിന്റേതാണ്. ഇന്നുമുതൽ നീ കാണും എന്റെ ശക്തി നിനക്കായി പ്രവർത്തിക്കുന്നത്, എന്റെ കൈ നിനക്കായി യുദ്ധം ചെയ്യുന്നത്, എന്റെ വാക്ക് നിനക്ക് വിജയം നൽകുന്നത്. നീ യുദ്ധം ചെയ്യേണ്ട, ഞാൻ യുദ്ധം ചെയ്യും. നിനക്കായി യുദ്ധം ചെയ്യുന്ന നിന്റെ ദൈവം. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിക്കണം. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ യുദ്ധം ദൈവത്തിന് കൊടുക്കുക. ദൈവമേ, ഈ യുദ്ധം എനിക്കുള്ളതല്ല, അങ്ങേക്കുള്ളതാണ്. അങ്ങ് എനിക്കായി യുദ്ധം ചെയ്യണമേ. വിശ്വസിച്ച് നിശ്ചലമായി നിൽക്കുക. സ്വയം പ്രതികരിക്കരുത്, ദൈവത്തെ കാണുക. ദിനംപ്രതി പ്രാർത്ഥിക്കുക. ദൈവമേ, എന്റെ ശത്രുക്കളെ തോൽപ്പിക്കണമേ, എനിക്ക് വിജയം നൽകണമേ. ആരാധനയിൽ ജീവിക്കുക. ആരാധനയിൽ വിജയമുണ്ട്. ദിനംപ്രതി ദൈവത്തെ ആരാധിക്കുക. പ്രഖ്യാപിക്കുക, ദൈവം എനിക്കായി യുദ്ധം ചെയ്യുന്നു. എന്റെ ശത്രുക്കൾ തോൽക്കും, ഞാൻ ജയിക്കും. ശത്രുക്കൾക്കായി പ്രാർത്ഥിക്കുക. അവരെ സ്നേഹിക്കുക. അവർക്കായി പ്രാർത്ഥിക്കുക. ദൈവം അവരെ മാറ്റും. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും. യുദ്ധം ചെയ്യുന്ന ദൈവമേ, ജയം നൽകുന്ന പിതാവേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യുദ്ധത്തിലിരിക്കുന്നവർക്ക് അവർക്കായി യുദ്ധം ചെയ്യണമേ. അവരുടെ ശത്രുക്കളെ തോൽപ്പിക്കണമേ. അവർക്ക് വിജയം നൽകണമേ. ആക്രമണത്തിലിരിക്കുന്നവർക്ക് അവരെ സംരക്ഷിക്കണമേ. അവരുടെ എതിരാളികളെ ചിതറിക്കണമേ. അവർക്ക് സമാധാനം നൽകണമേ. തളർന്നവർക്ക് അവർക്ക് ശക്തി നൽകണമേ. അവർക്ക് വിശ്വാസം നൽകണമേ. അവരെ വിജയത്തിലേക്ക് നയിക്കണമേ. ഇന്നു മുതൽ എല്ലാവരും വിജയം അനുഭവിക്കട്ടെ. ശത്രുക്കൾ തോൽക്കട്ടെ. യുദ്ധം ജയിക്കപ്പെടട്ടെ. വിജയം വരട്ടെ. യേശുക്രിസ്തുവിന്റെ യുദ്ധം ചെയ്യുന്ന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അവസാന അനുഗ്രഹവാക്യങ്ങൾ. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കണം. 2 ദിനവൃത്താന്തം 20:15. ഈ യുദ്ധം നിങ്ങൾക്കുള്ളതല്ല, ദൈവത്തിനുള്ളതത്രേ. റോമർ 8:37. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇവ എല്ലാറ്റിലും ജയിച്ചുകൊണ്ടിരിക്കുന്നു. അവസാന സന്ദേശം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കൂ, ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. നിങ്ങളുടെ ശത്രുക്കൾ എത്ര ശക്തരായാലും നിങ്ങളുടെ ദൈവം അവരെക്കാൾ ശക്തനാണ്. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, നിശ്ചലമായി നിന്ന് ദൈവത്തിൻ്റെ രക്ഷ കാണുക. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ദൈവം യുദ്ധം ചെയ്യും. ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യുന്നു. വിജയം നിങ്ങളുടേതാണ്. നാളെ വീണ്ടും കാണാം മറ്റൊരനുഗ്രഹത്തോടെ. അതുവരെ വിശ്വാസത്തോടെ നിൽക്കൂ. ദൈവം യുദ്ധം ചെയ്യുന്നു. ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യുന്നു. വിജയം നിങ്ങളുടേതാണ്.